നീ മാത്രമെൻ ഉടയോ നാഥാ. നന്നായി എന്നെ മെനഞ്ഞ എന്റെ പൊന്നേശു തമ്പുരാനേ, ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമെൻ ഉടയോ നാഥാ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയൊന്നുമില്ലമ്മ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയൊന്നുമില്ലമ്മ. ശോധനകളിൽ മനം തളരാ ഇനി ഇടയായിടല്ലേ മരനേ, കൃപയിൻ തണലിൽ വളരാ നീയൊരുക്കുന്ന വഴികൾക്കു നന്ദി. ശോധനകളിൽ മനം തളരാ ഇനി ഇടയായിടല്ലേ പരനേ, കൃപയിൻ തണലിൽ വളരാ നീയൊരുക്കുന്ന വഴികൾക്കു നന്ദി. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയൊന്നുമില്ലമ്മ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയൊന്നുമില്ലമ്മ. നിൻ സ്നേഹം മാത്രം മതിയേ, വേറെയൊന്നും വേണ്ടി നീ നാഥാ. ക്രൂശിന്റെ വഴിയേ ഗമിക്കാം, നല്ല ദാസനായോട്ടം തികയ്ക്കാം. നിൻ സ്നേഹം മാത്രം മതിയേ, വേറെയൊന്നും വേണ്ടി നീ നാഥാ. ക്രൂശിന്റെ വഴിയേ ഗമിക്കാം, നല്ല ദാസനായോട്ടം തികയ്ക്കാം. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയൊന്നുമില്ലമ്മ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയനേ, അന്ത്യം വരെയും പാടാ നന്ദിയല്ലാതെയൊന്നുമില്ലമ്മ. നന്നായി എന്നെ മെനഞ്ഞ എന്റെ പൊന്നേശു തമ്പുരാനേ, ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമെൻ ഉടയോ നാഥാ. നന്നായി എന്നെ മെനഞ്ഞ എന്റെ പൊന്നേശു തമ്പുരാനേ, ഉള്ളം കരത്തിൽ കരുതും നീ മാത്രമെൻ ഉടയോ നാഥാ. ഇനിയേറെ ഞാനെന്തു ചൊൽവാൻ
അന്ത്യം വരെ ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നന്ദിയല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത്. എന്നെ നന്നായി അറിയുന്ന പ്രിയനെ നന്ദി മുഴുവൻ ജീവിതത്തിൽ മഹത്വം മുഴുവൻ ശോധനകളിൽ മനം തളരാ ഇനിയിടയായിടല്ലേ കൃപയിൽ തടലിൽ വളരാ ശോധനകളിൽ മനം തളരാ ഇനിയിടയായിടല്ലേ കൃപയിൽ തടലിൽ വളരാ നീയൊരുക്കുന്ന വഴികൾ ഇനിയേറെ ഞാനെന്ന് ചൊല്ലുവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയരെ അന്ത്യം വരെ ഒന്ന് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 23:16 വാക്യം. യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ജീവവചന ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആപത്തിൽപ്പെട്ട സ്നേഹിതനെ തേടിച്ചെല്ലുക എന്നൊരു വിഷയമാണ് നാം ഈ വാക്യത്തെ ആധാരമാക്കി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. കുടപ്പുറപ്പുകളെ യോനാഥാനും ദാവീദും പ്രാണസ്നേഹിതന്മാരായിരുന്നു എന്ന തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. യോനാഥാന്റെ അപ്പനായ ശൗൽ ദാവീദിന് ശത്രുവായി മാറിയപ്പോൾ, ദാവീദിനെ വെറുത്തപ്പോൾ, ദാവീദിനെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ദാവീദിനെ താൻ പല പ്രാവശ്യം ജീവാപായം വരുത്തുവാൻ ശ്രമിച്ചു എന്ന് തിരുവചനം പറയും. ആ സമയങ്ങളിലെല്ലാം ദാവീദ് കൊട്ടാരം വിട്ട് ഓടിപ്പോയി കാട്ടിലും മരുഭൂമിയിലുമൊക്കെ നാളുകളോളം പാർക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ദാവീദ് വലിയ കഷ്ടത്തിലും ക്ലേശത്തിലും ആയിരിക്കുകയും ഗുഹകളിൽ നിന്ന് ഗുഹകളിലേക്കും ഒരു കാട്ടിൽ നിന്ന് അടുത്ത കാട്ടിലേക്കുമൊക്കെ മാറി മാറി പോയി താമസിക്കവേ ദാവീദ് സീഫ് മരുഭൂമിയിലെ കാട്ടിലുണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞ യോനാഥാൻ തൻ്റെ പ്രാണസ്നേഹിതനെ തേടി ആ കാട്ടിലെത്തി. അവനെ കണ്ടെത്തി, അവനെ ധൈര്യപ്പെടുത്തി. നല്ലൊരു കൂട്ടായ്മ ആ ഒളിവുവാസത്തിലും ദാവീദും യോനാഥാനും തമ്മിലുണ്ടായി. യോനാഥാൻ ഇങ്ങനെ പറയുന്നു, സ്നേഹിത ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ദൈവജനത്തിന് രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനായിരിക്കും എന്ന് പറഞ്ഞ് യോനാഥാൻ ദാവീദിനെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. പ്രാണഭയത്താൽ വനാന്തരത്തിൽ ഏകാന്തതയിൽ അലഞ്ഞുഴലുന്ന ദാവീദിനെ അവൻ്റെ കഷ്ടതയിൽ ചെന്ന് കാണുവാനും ആശ്വസിപ്പിക്കുവാനും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന നിരാശയെ മാറ്റിയെടുക്കുവാനുമൊക്കെ സ്നേഹിതനായ യോനാഥാൻ താല്പര്യപ്പെട്ടു. അവൻ അതിനുവേണ്ടി പ്രയത്നിച്ചു. പ്രിയരെ, ആത്മീയ നിലവാരത്തിൽ അഭിഷേകത്തിൽ നിറഞ്ഞു ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ജഡീക ചിന്തകളാലും പ്രേരണകളാലും നിറഞ്ഞ അപ്രകാരം കഴിയുന്ന ജഡീകന്മാരായ മനുഷ്യർ ആട്ടിപ്പായിക്കുകയും അവർക്കെതിരെ കുന്തമെറിഞ്ഞ് അവരെ നശിപ്പിക്കുവാനും അവരെ ഒടുക്കിക്കളയുവാനും അവരെ ഇല്ലാതാക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന പല പല നിലവാരങ്ങൾ ഇന്ന് ധാരാളമായി കാണാൻ കഴിയും. അഭിഷേകം പ്രാപിച്ച ദാവീദ്, രാജാഭിഷേകം തൻ്റെ തലയിൽ വീഴ്ത്തപ്പെട്ടവൻ,
തൻ്റെ ശുശ്രൂഷയിലും തൻ്റെ ഉത്തരവാദിത്വത്തിലും നിൽക്കുവാൻ അഭിഷേകം നഷ്ടപ്പെട്ട ശൗൽ സമ്മതിച്ചില്ല. അറിഞ്ഞോ അറിയാതെയോ പോലുമോ പ്രിയരെ, നാം ഈ ശൗലിൻ്റെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ശൗലിൻ്റെ സ്വഭാവത്തെ പോലെയുള്ള സ്വഭാവക്കാരായി തീരുവാൻ, അറിയാതെ പോലും നാം ഇത്തരക്കാരായി തീരുവാൻ ഇടയാകാതെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ആരാധന ജീവിതത്തിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ നാം വളരെയേറെ ജാഗ്രത പുലർത്തേണം എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ഈ വിഷയം നമ്മെ അതാണ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. യോനാഥാൻ ശൗലിൻ്റെ മകനാണെങ്കിലും തൻ്റെ അപ്പൻ്റെ ജഡീകത്വത്തിനും തൻ്റെ അപ്പനിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനും കൂട്ടുനിൽക്കുവാൻ താല്പര്യപ്പെടാതെ, അഭിഷേകമുള്ളവനെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ, ദൈവകൃപയുള്ളവനെ തൻ്റെ സ്നേഹിതനാക്കി അവൻ്റെ ആപത്തു സമയത്തും അവന് തുണ നിന്നതുപോലെ, അവനെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അവനെ തേടിച്ചെന്നതുപോലെ, പ്രിയരെ, നമ്മിലും അതേ സ്വഭാവമാണ് വ്യാപരിക്കേണ്ടത്. ഈ അനുഗ്രഹീതമായ സ്വഭാവം നമ്മിൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. യഥാർത്ഥ സ്നേഹിതന്റെ സ്നേഹം അപകടവേളകളിലും പ്രതിസന്ധികളുടെ നാളുകളിലും കൂടെ നിന്ന് ധൈര്യം പകരുന്ന സ്നേഹമാണ്. പ്രിയരെ, ഒരു കപട ആത്മീയ ഗോളം ഇന്ന് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. നാം അതിൻ്റെ ആയിപ്പോകാൻ ഇടയാകരുത്. നാം വളരെയേറെ സൂക്ഷ്മതയോടെ ആത്മാക്കളെ വിലയേറിയവരായി കണ്ട് അവരെ ആത്മാവിൽ വിവേചിക്കേണ്ടവരും യഥാർത്ഥ സ്നേഹിതൻ ആരാണെന്ന് വിവേചിച്ചറിയേണ്ടവരും ആകണം. യോനാഥാനെ പോലെ ദാവീദുമാരുടെ ഏകാന്തതയിൽ തേടിച്ചെന്ന് കാണുകയും അവരുടെ നിരാശയിൽ അവർക്ക് കൈത്താങ്ങൽ കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ചുരുക്കം ചില യോനാഥാന്മാരിൽ ഒരാളാകാൻ നാം ഓരോരുത്തരും താല്പര്യപ്പെടുന്നു. നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും, ഞാൻ അപ്രകാരം ഒരു യോനാഥാൻ ആണ് എന്നുള്ളത്? നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, അഭിഷേകമുള്ളവരെ, അഭിഷേകത്തിൽ നിൽക്കുന്നവരെ തന്നെ, യഥാർത്ഥ ദൈവികോപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരെ തന്നെ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിൽക്കുന്നവരെ തന്നെ, സ്വയനീതീകരണത്തിന് ഇറങ്ങാത്ത ഭക്തന്മാരെ ധൈര്യപ്പെടുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും സന്തോഷം പങ്കുവച്ച് കൂട്ടായ്മ പകരുന്നതുമാണ് എന്ന് തിരിച്ചറിഞ്ഞു. നാം കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് എന്തോ അത് ചെയ്യേണ്ടവരാണ്. നാം അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ സമയത്ത് നമ്മിൽ കൂടി പറയുന്ന ദൂത്, ആശ്വാസവാക്കുകൾ, പ്രിയരെ, അവരുടെ ജീവിതത്തിൽ വലിയ ആത്മശക്തിയായി മാറുവാനിടയാകും. അവർ വേഗം ആത്മാവിൽ ധൈര്യപ്പെടുവാനിടയാകും. അവരായിരിക്കുന്ന തകർച്ചയിൽ നിന്ന് അവർ വേഗം ഒരു വിടുതലിലേക്ക് നയിക്കപ്പെടുവാനിടയാകും. ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് പ്രിയരെ യഥാർത്ഥ സ്നേഹിതൻ. അതുകൊണ്ട് കുടപ്രഭുകളെ, നമുക്ക് ഒരു ഉറച്ച തീരുമാനം ഉണ്ടാകണം. നമുക്ക് ആ ശൗലന്മാരാകേണ്ട യോനാഥാന്മാരാകാം. നാം മുഖാന്തരം ദാവീദുമാർ തങ്ങളുടെ അഭിഷേകത്തിൽ നിലനിന്ന് ശുശ്രൂഷിക്കട്ടെ. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. അവർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തന സജ്ജരായി കാൽച്ചുവടുകൾ മുമ്പോട്ട് വെക്കുവാൻ സാഹചര്യം ഒരുക്കപ്പെടട്ടെ. അവനിൽ കൂടി ദൈവപ്രവൃത്തികൾ ധാരാളം നടക്കട്ടെ. ദൈവജനം വിടുവിക്കപ്പെടട്ടെ. ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവേ, അതിന് എന്നെ സഹായിക്കണം, ഞാൻ അതിനു വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥനയും ആ സമർപ്പണ ജീവിതവും നയിക്കുവാൻ നമുക്ക് താല്പര്യപ്പെടാം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാനും ബലപ്പെടുവാനും ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും കർത്തൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നതിന് കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങൾ തരും. ഒന്നിനും മുടക്കം വരുവാൻ, മുട്ടുവരുവാൻ ഇടയാകരുതേ കർത്താവ്.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ തളർന്നിരിക്കുന്ന ദാവീദന്മാരെ ബലപ്പെടുത്തുന്നവരായി തീരുവാനും അവർക്ക് ആശ്വാസത്തിന്റെ ദൂതുകൾ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നവരായി തീരുവാനും ഇടയായി തീരേണ്ടതിനു വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനാൽ ഓരോരുത്തരെയും നയിക്കണമെന്നിറയ്ക്കും. ഞങ്ങളെ അനുഗ്രഹിച്ചാട് ഞങ്ങൾ ഓരോരുത്തർ കൂടി ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിത സാഹചര്യങ്ങൾ പകർന്നു കൊടുക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എന്റെ പൊന്നേശു തമ്പുരാനേ, കരുത്തിൽ കരുതും നീ മാത്രമേയുടയോ. നന്നായി എന്നെ മെനഞ്ഞ എന്റെ പൊന്നേശു തമ്പുരാനേ, കരുത്തിൽ കരുതും നീ മാത്രമേയുടയോ. ഇനിയേറെ ഞാനെന്ത് ചൊൽവാൻ എന്നെ നന്നായി അറിയുന്ന പ്രിയരേ, അന്ത്യം വരെയും പാടാ